നമ്മൾ സ്ത്രീകൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതല്ല ഈ ചിന്തകൾ. പക്ഷേ പല സ്ത്രീകളും വളർന്നു വന്നത് ചില അദൃശ്യമായ തിരക്കഥകൾക്കിടയിലാണ്. ഒരു സ്ത്രീയുടെ മൂല്യം കിടക്കുന്നത് അവർ എത്രത്തോളം നൽകുന്നു എന്നതിലാണ്. സ്വന്തം ആവശ്യങ്ങൾ പലപ്പോഴും അവസാനമായി വരും. അത് ലാസ്റ്റ് പ്രയോറിറ്റിയാണ് നമ്മൾക്ക്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ വിശ്രമം എന്നത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച ശേഷം മാത്രമാണ്. നമ്മൾ മണിക്കൂറോളം കിച്ചണിലും അവിടെയൊക്കെ നിന്നിട്ട് ആ രീതിയിൽ മാത്രമേ നമ്മൾക്ക് അർഹതയുള്ളൂ എന്ന് സ്വയം വിശ്വസിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ത്യാഗമാണ് സ്നേഹമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പലപ്പോഴും ഈവൻ ഔട്ട്സ്മാർട്ടായ സ്ത്രീകളാണെങ്കിൽ പോലും ഒരു അദൃശ്യമായ ഭാരം ചുമക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യുക, കൊടുത്തുകൊണ്ടിരിക്കുക, എല്ലാം ഒറ്റക്ക് താങ്ങി നിർത്തുക. ഓർക്കുക, സ്നേഹം എന്നാൽ ത്യാഗമല്ല. ഈ ധാരണ പലപ്പോഴും സ്വന്തം മാനസിക ആരോഗ്യത്തെ അവഗണിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. നമ്മളുടെ സമൂഹത്തിൽ ഒരു സ്ത്രീയുടെ സ്നേഹം അളക്കപ്പെടുന്നത് അവൾ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നതിലാണ്. പക്ഷേ സത്യം മറ്റൊന്നാണ്. വിശ്രമം എന്നത് ഒരു അവകാശമാണ്. ജോലി ചെയ്ത് തളർന്നാൽ മാത്രം ലഭിക്കേണ്ട ഒന്നല്ല. അത് നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മൗലികമായ അവകാശമാണ്. അപ്പോൾ ഈ അദൃശ്യമായ തിരക്കഥകൾ മാറ്റി എഴുതാൻ സമയമായി. സ്വന്തം സ്നേഹം സ്വാർത്ഥതയല്ല, ഇതൊരു വലിയ കരുത്താണ്. താങ്ക് യു.